everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ നമുക്ക് അത് ഏത് സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി പഠിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നീ ദുബായ് കണ്ടിട്ടുണ്ടോ, നീ ലണ്ടൻ കണ്ടിട്ടുണ്ടോ, നീ അമേരിക്ക കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ പറയുക? നീ ദുബായ് കണ്ടിട്ടുണ്ടോ? അത് എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊന്നല്ല ചോദിക്കുന്നത്. നീ ദുബായ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമുക്ക് പല ആൻസേഴ്സും ഉണ്ടായിരിക്കും അല്ലേ. കണ്ടവരുണ്ടാകും, കാണാത്തവരുണ്ടാകും, ഈ അടുത്ത് കണ്ടവരുണ്ടാകും, അതുപോലെ തന്നെ ഇപ്പോൾ കാണാനായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടാകും. ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ടുണ്ടാവും. അപ്പോൾ നീ ദുബായ് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. സിമ്പിൾ ആണല്ലേ. ഹാവ് യു സീൻ ദുബായ്? ഹാവ് യു സീൻ ദുബായ്? നീ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇത് വേറൊരു രീതിയിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. എങ്ങനെ? ഹാവ് യു എവർ ബീൻ ടു ദുബായ്? ഹാവ് യു എവർ ബീൻ ടു ദുബായ്? ഇവിടെ സീന് പകരം നമ്മൾ എവർ ബീൻ എന്ന് യൂസ് ചെയ്തു. ഈ ബീൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി, അതായത് നീ പോയിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ബീൻ എന്ന് യൂസ് ചെയ്തത്. അതായത് അവിടെ പോയി താമസിച്ചു, നിന്നു, അവിടുത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബീൻ എന്ന് യൂസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നീ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് യു സീൻ ദുബായ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു എവർ ബീൻ ടു ദുബായ് എന്ന് ചോദിക്കാം. ഏതാണോ നമ്മുടെ സിറ്റുവേഷൻ അതിനനുസരിച്ച് നമുക്ക് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ 2 വർഷം മുമ്പ് ദുബായ് കണ്ടു. ഞാൻ 2 വർഷം മുമ്പ് ദുബായ് കണ്ടു. ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഈ അടുത്തൊന്നല്ല, ഞാൻ 2 വർഷം മുമ്പ് ദുബായ് കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പം അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് ദുബായ് കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. ഐ സോ ദുബായ് 2 years ago. ഐ സോ ദുബായ് 2 years ago. അതായത് 2 വർഷം മുമ്പ് ഉള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. പാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഐ സോ ദുബായ് 2 years ago. 2 വർഷം മുമ്പ് ഞാൻ ദുബായ് കണ്ടു. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മോട് ചോദിച്ചത് എന്താ, നീ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ പറയാണ്, ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട് അല്ലേ, ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട്. അധികമൊന്നും വൈകിയിട്ടില്ല. ഏത് സമയമാണ് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് 2 വർഷം മുമ്പ് ഞാൻ ദുബായ് കണ്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാസ്റ്റ് ആയിട്ട് ഐ സോ എന്ന് പറഞ്ഞു. എന്നാൽ ജസ്റ്റ് ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് സീൻ ദുബായ് എന്ന് പറയണം. ഐ ഹാവ് സീൻ ദുബായ്, ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട്. ഇനി ആ ദുബായിൽ പോയി കണ്ടു, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആസ്വദിച്ചു, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് നമുക്കെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ബീൻ ടു ദുബായ്. ഐ ഹാവ് ബീൻ ടു ദുബായ്. അപ്പോൾ ഈ ബീൻ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നത് ആ ഒരു സംഭവം, അതായത് ആ പോയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബീൻ. ഐ ഹാവ് ബീൻ ടു ദുബായ്. ഞാൻ ദുബായ് പോയിട്ടുണ്ട് അല്ലേ, ഞാൻ അവിടെ ആസ്വദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ജസ്റ്റ് ഞാൻ ദുബായ് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് സീൻ ദുബായ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെൻറ്റൻസ് പറയാം. ഞാൻ ഈ അടുത്താണ് ദുബായ് കണ്ടത്, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ. ഓരോന്നും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷനാണ്. ഇത് ചില സിറ്റുവേഷനിൽ ഇങ്ങനെയാണല്ലോ സെൻറ്റൻസ്, ചില സിറ്റുവേഷനിൽ അങ്ങനെയാണല്ലോ സെൻറ്റൻസ് എന്നൊരുപാട് പേര് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്താണ് ദുബായ് കണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ സോ ദുബായ് റീസൺലി. ഈ അടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീസൺലി എന്നുള്ളത്. അപ്പം ഐ സോ ദുബായ് റീസൺലി, ഞാൻ ഈ അടുത്താണ് ദുബായ് കണ്ടത്. ഇനി ഞാൻ ഈ അടുത്താണ് ദുബായ് വിസിറ്റ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ, സന്ദർശിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഐ വിസിറ്റഡ് ദുബായ് റീസൺലി. ഐ വിസിറ്റഡ് ദുബായ് റീസൺലി എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് സെന്റൻസുകൾ മാറ്റിമറിക്കാം. ഓക്കെ, ഇനി നമ്മൾ അവിടെ സന്ദർശിച്ചു, കണ്ടു,
അതുപോലെ അവിടെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ, ഐ ഹാവ് ബീൻ ടു ദുബായ് റീസൺലി. ഐ ഹാവ് ബീൻ ടു ദുബായ് റീസൺലി. ഞാൻ ഈ അടുത്താണ് ദുബായ് കണ്ടതും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ചതും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ബീൻ ടു ദുബായ് റീസൺലി. അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് സിറ്റുവേഷനാണ് നമുക്കെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെന്റൻസുകൾ മാറ്റി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ ദുബായിൽ പോയിട്ടുമില്ല, അവിടെ കണ്ടിട്ടുമില്ല. ഞാൻ ദുബായിൽ പോയിട്ടുമില്ല, അവിടെ കണ്ടിട്ടുമില്ല. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നൈദർ നോർ, സോ ദാറ്റ്, ആസ് വെൽ ആസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈദർ നോർ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ. ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ പറയുന്ന സെൻറ്റൻസിൻ്റെ കൂടെ നമുക്ക് നൈദർ നോർ യൂസ് ചെയ്ത് പറയാം. അതായത് ഞാൻ ദുബായിൽ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ? I have neither been to Dubai. I have neither been to Dubai nor seen there. നീ ദുബായിൽ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്? നീ ദുബായിൽ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എത്ര വർഷം? How many years? How many years have you worked in Dubai? How many years have you worked in Dubai? നീ എത്ര വർഷം ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ദുബായിൽ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അബുദാബിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ് എന്നിങ്ങനെ പറയാം. ഞാൻ ദുബായിൽ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അബുദാബിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാല്ലേ. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഐ വർക്ക്ഡ് ഇൻ ദുബായ് ഫോർ 5 years. 5 വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഐ വാസ് ഇൻ അബുദാബി. ഐ വാസ് ഇൻ അബുദാബി. അതിനുശേഷം ഞാൻ അബുദാബിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. നൗ ഐ ആം ഇൻ മൈ ഹോം ടൗൺ. എന്താണ് ഈ ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ? നാട്ടിലിരുന്ന്, അതായത് നേറ്റീവ് പ്ലേസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹോം ടൗൺ എന്നുള്ളത്. അപ്പം ഐ വർക്ക്ഡ് ഇൻ ദുബായ് ഫോർ 5 years. After that, I was in Abu Dhabi. Now I am my hometown. അപ്പോൾ ഞാൻ ദുബായിൽ 5 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ അബുദാബിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വർക്ക്ഡ് ഇൻ ദുബായ് ഫോർ 5 years. After that, I was in Abu Dhabi. Now I am my ഹോം ടൗൺ. ഞാൻ ഷംനയെ വിളിച്ചപ്പോൾ അവൾ വീട്ടിലില്ല, ഇപ്പോൾ ലണ്ടനിലാണെന്ന് പറഞ്ഞു എന്നെങ്ങനെ പറയാം? ഇന്നലെ ഞാൻ ഷംനയെ വിളിച്ചപ്പോൾ, when I called ഷംന yesterday. ഇന്നലെ ഞാൻ ഷംനയെ വിളിച്ചപ്പോൾ she wasn't at home. അവൾ വീട്ടിലില്ല, അല്ലെങ്കിൽ അവൾ വീട്ടിലില്ലായിരുന്നു, ഇപ്പോൾ ലണ്ടനിലാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? അവളാണ്. she said she is in London now. When I called Shamna yesterday, she wasn't at home. She said, അവൾ പറഞ്ഞു, she is in London now. Okay, ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വലിയ സെന്റൻസ് ആണ്. നിങ്ങൾക്ക് മുഴുവനായിട്ട് എഴുതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ടൈപ്പ് ചെയ്ത് വിടുക കേട്ടോ. സിമ്പിളാണ്. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു എന്ന് പറയുക. അതിനുശേഷം എന്ത് പറയണം? പക്ഷെ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അപ്പോഴേക്കും കറണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴേക്കും എന്നുള്ളതിനൊരു വാക്ക് വേണം. കാരണം എന്നുള്ളതിന് നമ്മൾ അതിനിടയിൽ ആഡ് ചെയ്യണം. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടിരുന്നു, പക്ഷേ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പക്ഷേ എന്നുള്ളതും കൂടി നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? ഇങ്ങനെ ഓരോരോ കൺജക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. പറ്റാത്തവർ ഇത് കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ വലിയ സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ സെൻറ്റൻസും പഠിച്ചു വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് അറിയിക്കുക. മുഴുവനായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ
അതും ചെയ്യുക. അതിലെ ഞാനൊരു സിനിമ കണ്ടു, പക്ഷേ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല, കാരണം അപ്പോഴേക്കും കറണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ മുഴുവനായിട്ടും കമൻ്റ് അറിയിക്കാൻ പറ്റുമെങ്കിൽ കമൻ്റ് അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ പറ്റുമെന്നുള്ളത് കമൻ്റ് അറിയിക്കുക. 3 സെൻറ്റൻസുകൾ ഒരുമിപ്പിച്ചതാണ് ഈ ഒരു സെൻറ്റൻസ്. അതിൽ ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് അറിയിക്കണം. മുഴുവനും ചെയ്യാൻ പറ്റുന്നവർ മുഴുവനും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എപ്പോഴും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ സെൻറ്റൻസും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.